നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. മലയാളം അടിസ്ഥാന പാഠാവലി ഒന്നാമത്തെ യൂണിറ്റ് അവസാനത്തെ പാഠഭാഗമാണ് ശന്തനുവിന്റെ പക്ഷികൾ എന്ന് പറയുന്ന പാഠഭാഗം. മനോഹരമായ ഒരു കഥയാണിത്. മലയാള ഭാഷയുടെ സാധ്യതകൾ കഥയിലൂടെ എങ്ങനെ അവതരിപ്പിക്കാം എന്നതിന്റെ ഏറ്റവും നല്ല മാതൃകയാണ് സക്രിയ എഴുതിയിട്ടുള്ള സക്രിയയുടെ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള ശന്തനുവിന്റെ പക്ഷികൾ എന്ന് പറയുന്ന പാഠഭാഗം. വളരെ രസകരമായ, നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ് ഈ ഒരു പാഠഭാഗം. നിങ്ങൾ ഒരു സിനിമ കാണുന്ന സമയത്ത് ഒരു സിനിമ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ പുതുതായിട്ട് വരുന്ന സിനിമകളൊക്കെ നിങ്ങൾ കാണാറില്ലേ? ആ സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിയുന്ന സമയത്ത് അതിലെന്ത് ചെയ്യാണ്, ഒരു ഭാഗമാണ് എന്ത് ചെയ്യുക ആദ്യം ഉണ്ടാവും അല്ലെ. എന്നിട്ട് ആ ഭാഗം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ സിനിമയുടെ ഏറ്റവും അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. ഏറ്റവും അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ക്ലൈമാക്സ് കൂടി മനസ്സിലാകുമ്പോഴാണ് എന്തിനായിരുന്നു ആദ്യത്തെ ഭാഗം സിനിമയിൽ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഓരോ ഭാഗവും ഒരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കഥ അവതരിപ്പിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ വലിയ വലിയ വാക്യങ്ങളായിട്ടാണ് ഈ കഥയുടെ ആഖ്യാന രീതി എന്ന് പറയുന്നത്. അതായത് ഒറ്റ വരിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വരികൾ എന്ത് ചെയ്യാണ് കഥ പറയാതെ തുടർച്ചയായി എന്ത് ചെയ്യുന്നു, തുടർച്ചയായി വലിയ വാക്യങ്ങളായി കഥ പറയുന്ന ഒരു രീതി. എന്തിനാണ് അങ്ങനെ ഒരു രീതി എഴുത്തുകാരൻ സ്വീകരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും അത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഈ ഒരു കഥയിലെ രംഗങ്ങൾ ഒരു സിനിമ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം, ആ രംഗങ്ങൾ എത്തണം എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പശ്ചാത്തലം മുഴുവൻ എന്ത് ചെയ്യുന്നു അദ്ദേഹം വിവരിച്ച് നൽകുന്നത്. അപ്പൊ കഥ വായിക്കുന്ന ഒരാൾക്ക് ആ കഥയിലെ ഓരോ സന്ദർഭങ്ങളും മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു സിനിമ കാണുന്ന ഒരു ഫീലിൽ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സിൽ എന്താണ് കാര്യം എന്ന് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലൈമാക്സോട് കൂടി കഥ എന്ത് ചെയ്യുന്നു, കഥ അവസാനിക്കുന്നു. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഥയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി മക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശന്തനുവിന്റെ പക്ഷികൾ. കയ്യിലൊരു കൊങ്ങിണിക്കൊമ്പുമായി ശന്തനു കാത്തുനിന്ന മുറ്റത്തിന്റെ കോണിൽ സായാഹ്നത്തണൽ പ്ലാവിൻ ചില്ല പഴുതുകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിന്റെ വീണിലകളെ പുതപ്പിച്ചിറക്കി. അപ്പോ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ് ശന്തനു എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം. ശന്തനു ഒരു ചെറിയ കുട്ടിയാണ്. ഒരു ചെറിയ പയ്യനായ, ഒരു ചെറിയ ബാലനായ ശന്തനു എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കയ്യിലൊരു കൊമ്പുമായിട്ട് അവൻ ഇങ്ങനെ പോയി എന്ത് ചെയ്യും, ഇങ്ങനെ പോയി മരത്തിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും. തൻ്റെ വീടിന്റെ മുന്നിലുണ്ടായിരുന്ന മാവിന്റെയും പ്ലാവിന്റെയും ഒക്കെ താഴെ ചുവടിൽ എന്ത് ചെയ്യാണ്, ഒരു മരക്കൊമ്പുമായിട്ട് അനങ്ങാതെ നിൽക്കുന്ന ശന്തനു എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? അവൻ അങ്ങനെ നിൽക്കുന്നത് പക്ഷികളെ പിടിക്കാനാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ത്, പക്ഷികളെ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പക്ഷികളെ പിടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? പക്ഷികൾ എന്തിനാ നമ്മൾ പിടിക്കുന്നത്? ഇപ്പൊ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലായിരിക്കും ആഗ്രഹങ്ങൾ. ഇപ്പൊ മാഷിനും പക്ഷികളെ ഇഷ്ടമായിരുന്നു. അപ്പൊ മാഷ് പക്ഷികളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ പക്ഷികളുടെ പുറകെ ഓടിയിരുന്ന ഒരു കാലം, ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം എന്തിനാണെന്ന് പറഞ്ഞാൽ പക്ഷികളുടെ തൂവലിന് വേണ്ടിയായിരുന്നു. പല നിറത്തിലുള്ള തൂവലുകൾ മാഷ് ശേഖരിച്ച് ഒരു പുസ്തകത്തിൽ ഒട്ടിച്ചു വെച്ച് തൂവലുകളുടെ ആൽബം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളിൽ ഓരോരുത്തർക്കും പക്ഷികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിൽ എന്തുണ്ട്, ഒരുപാട് തരത്തിലുള്ള ചിന്തകളായിരിക്കും. അപ്പൊ പക്ഷികളെ കൂടെ കളിക്കാൻ വേണ്ടി പക്ഷികളെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? അവരോട് സംസാരിക്കാൻ വേണ്ടി, ഇപ്പൊ തത്തയും അതിനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കുന്ന അനുകരിച്ച് എന്ത് ചെയ്യും, അവരിങ്ങോട്ടേക്ക് പറയും. അപ്പൊ അത്തരത്തിൽ അനുകരിക്കാൻ വേണ്ടി അല്ലേ, നമ്മൾ സംസാരിക്കുന്നത് തിരിച്ചു പറയാൻ വേണ്ടി അങ്ങനെ പക്ഷികളെ പിടിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തൂവലുകൾക്ക് വേണ്ടി പക്ഷികളുടെ പുറകെ പോയ ആളുകൾ ഉണ്ടാവും. എന്നാൽ ശാന്തൻ ഇതിനൊന്നുമല്ല എന്ത് ചെയ്യുന്നത്, പക്ഷികളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തിനാണ് നമുക്ക് എന്ത് ചെയ്യാം, കഥ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, പറയാം. അകലെ പറന്നുപോയ ആകാശത്തിന്റെ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വേലിന്റെ ആടുന്ന നേലുകളും ശന്തനുമേൽ പ്രസാദിച്ചു. അവന് പിന്നിൽ മുറ്റത്തിന്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു. അവൻ അനങ്ങാതെ ശ്വാസമടക്കി മടക്കിയ കയ്യിൽ ഒരു വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തി പൊത്തിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകൾക്കുമേൽ ഒരു പാവക്കുട്ടിയെ പോലെ നിന്നു. പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തട്ടിത്തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു. പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു. ശന്തനു ഒരിക്കൽ കൂടി പരാജിതമായി. അപ്പോ എന്താ ചെയ്യുന്നത്, ശന്തനു എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്യുന്നു, അനങ്ങാതെ ഒരു പാവയെ പോലെ കയ്യിൽ എന്ത് ചെയ്യുന്നു, ഉയർത്തിപ്പിടിച്ച വാള് പോലെ എന്ത് ചെയ്യാണ്, ഒരു കൊമ്പും പിടിച്ചുകൊണ്ട് തൻ്റെ വീടിന്റെ താഴെയുള്ള ചെമ്പരത്തി കൂട്ടത്തിന്റെ താഴെ എന്ത് ചെയ്യാണ്, അവൻ പോയി നിൽക്കുകയാണ്.
ആ ചെമ്പരത്തി കൂട്ടത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? പക്ഷികളുണ്ട്. ആ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? ശന്തനു കാണുന്നുണ്ട്. അപ്പോ ചെമ്പരത്തിയുടെ കൊമ്പുമേൽ പക്ഷികൾ വന്ന് നിൽക്കുന്ന പോലെ തന്റെ കൊമ്പുമേലും ആര് വന്ന് നിൽക്കും? പക്ഷികൾ വന്ന് നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ പക്ഷികൾ എന്ത് ചെയ്തു? പക്ഷികൾ അവിടെ നിൽക്കാതെ എന്ത് ചെയ്തു? നിൽക്കാതെ ശന്തനു അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ നിൽക്കാതെ എന്ത് ചെയ്തു? മുകളിലോട്ടേക്ക് പറന്നുപോയി. അപ്പൊ ശന്തനു എന്ത് ചെയ്തു? ശന്തനു ഒരിക്കൽ കൂടി പരാജിതനായി, ഒരിക്കൽ കൂടി തോറ്റുപോയി. പക്ഷികൾ അവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി. അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവം കാത്തു നിന്നിട്ടും അവന്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല. കൊങ്ങിണിപ്പൂ മണലിരുന്നു നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിളർത്തി ഒതുക്കുന്ന തൂവൽ കൊമ്പുകളുമായി ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല. അവനാകട്ടെ അവർ തന്റെ കവിളിങ്കൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിന്റെ ആനത്തിലുപരി എത്രയോ കാലമായി അവരോടൊരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോ എന്തിനാണ് ശന്തനു പക്ഷിയെ അന്വേഷിക്കുന്നത് എന്നാണ് പിന്നീട് പറയുന്നത്. മക്കളെ, എല്ലാവർക്കും പക്ഷികളെ ഇഷ്ടമാണ്. അവർ നമ്മുടെ ദേഹത്ത് വന്നിരിക്കുന്ന സമയത്ത്, അവർ തന്റെ ചിറകടി കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് അതിനൊക്കെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? പക്ഷികളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ശന്തനു പക്ഷികളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനൊന്നും ആയതില്ല. മറിച്ച് അവരോടൊരു ചോദ്യം ചോദിക്കാനായിരുന്നു. ആ ചോദ്യമാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചോദ്യമാണ്. നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക? അതോ നിങ്ങൾക്ക് മരണമില്ലേ? പക്ഷികളോട് എന്ത് ചെയ്യണം? പക്ഷികളോട് നേരിട്ട് ഈ ചോദ്യം ചോദിക്കണം. ഇതാണ് ആരുടെ ആഗ്രഹം? ശന്തനുവിന്റെ ആഗ്രഹം. എന്തായിരുന്നു ചോദ്യം? നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക? അതോ നിങ്ങൾക്ക് മരണമില്ലേ? പക്ഷികൾക്ക് മരണമില്ലേ? അതായിരുന്നു ശന്തനുവിന് പക്ഷികളെ പിടിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. കാരണം തന്റെ 5 വയസ്സിനുള്ളിൽ ശന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നതായിരുന്നു. അല്ലെങ്കിൽ മറ്റേതോ രഹസ്യം അവയ്ക്കുണ്ട് എന്നും. ശന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു. മരിക്കുന്ന പൂച്ചക്ക് ഒരിക്കൽ കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്ന് നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വായുവുമായി ഒരു പൂച്ച ഇഴയുന്നത് കണ്ട് ശന്തനു ഓടിച്ചെന്നു. നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ മാന്തി പിടിച്ച് ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ശന്തനു അതിനടുത്ത് കുത്തിയിരുന്ന് ചുറ്റും നോക്കവേ 3 നായ്ക്കൾ വലിയ ഉല്ലാസത്തോടെ അവനെ പോലും വകവയ്ക്കാതെ പൂച്ചയ്ക്ക് നേരെ പാഞ്ഞു വന്നു. പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശന്തനുവിന് അപ്പോൾ മനസ്സിലായി. അവൻ അട്ടഹസിച്ചുകൊണ്ട് നായയെ കല്ലെറിഞ്ഞോടിച്ചു. നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻ ശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ചത് പൂച്ച താഴ്ത്തി. അതിന്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്നുയർന്ന് ഒരു മനുഷ്യ ശബ്ദമായി മാറി. അത് ഒരു ആശ്വാസത്തോടെ മഴവെള്ളത്തിലേക്ക് മറിഞ്ഞു കിടന്ന് ശന്തനുവിനെ നോക്കി. അതിന്റെ കണ്ണുകളിലേക്ക് ശന്തനുവും ഉറ്റുനോക്കി. അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണുകളടച്ച് ശന്തനുവിന്റെ മുമ്പിൽ തന്നെ മരിച്ചു. അപ്പോ മറ്റ് ജീവികളൊക്കെ മരിക്കുന്നത് ആര് കണ്ടിട്ടുണ്ട്? ശന്തനു കണ്ടിട്ടുണ്ട്. അങ്ങനെ ശന്തനുവിന്റെ മുന്നിലാണ് ഒരു പൂച്ച പണ്ട് എന്ത് ചെയ്തത്? പണ്ട് മരിച്ചിട്ടുള്ളത്. ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. നായ്കള് ആക്രമിച്ചിട്ടുള്ള ഒരു പൂച്ച എന്ത് ചെയ്യുന്നു? ശന്തനുവിന്റെ മുന്നിൽ നിൽക്കുകയും നായ്ക്കളെ ശന്തനു കല്ലെറിഞ്ഞോടിക്കുകയും അങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങനെ ആ ആക്രമിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് എന്ത് ചെയ്യുന്നു? വേദന സഹിച്ചുകൊണ്ട് ശന്തനുവിന്റെ മുന്നിൽ തന്നെ, ശന്തനു നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ പൂച്ച മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂച്ച തന്റെ കൺമുന്നിൽ തന്നെ മരിച്ചു പോയത് ആര് കണ്ടിട്ടുണ്ട്? ശന്തനു കണ്ടിട്ടുണ്ട്. അവന് ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു. അവൻ എണീറ്റൊരു ഇല പറിച്ച് പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു. നായകളിൽ ഒരെണ്ണം അകലെ നിന്ന് വീണ്ടും തിമിർത്തോടിച്ചാടി വന്നു. ശന്തനു ഒന്നും ചെയ്തില്ല. നായ പൂച്ചയുടെ ശവത്തിനടുത്തു ചെന്ന് അതിനെ മണത്തു. ഒന്നുകൂടി മണത്തു. തലയുയർത്തി 1-2 തവണ വാലാട്ടി. ഒരു നിമിഷം ഉറപ്പില്ലാതെ അത് അവിടെ നിന്നു. പിന്നെ ചാറി തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നുപോയി. ആ പൂച്ച എന്ത് ചെയ്തു? ആ ശന്തനു പിടിച്ച് പുല്ലിലേക്ക് മാറ്റിക്കിടത്തി. പിന്നീട് നായ്ക്കൾ അവിടെ വന്നെങ്കിലും നായ്ക്കൾ എന്ത് ചെയ്തില്ല? പൂച്ചയെ ഒന്നും ചെയ്തില്ല. അത് മരിച്ചെന്ന് ആർക്ക് മനസ്സിലായി? നായ്ക്കൾക്ക് മനസ്സിലായി. പക്ഷേ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തി ഒരു രഹസ്യം നിർമ്മിച്ചു. അവ മരിക്കുന്നുവെങ്കിൽ എവിടെ അവയുടെ മൃതദേഹങ്ങൾ? ഒരു പക്ഷിയെ പോലും മരിച്ചു കിടക്കുന്നത് ശന്തനു കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ പൂച്ച മരിച്ചത് കണ്ടൊരാളാണ് ശന്തനു. പക്ഷേ പക്ഷികൾ മരിച്ചത് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അഥവാ പക്ഷികൾ മരിക്കുന്നുണ്ടെങ്കിൽ അവയുടെ മൃതദേഹങ്ങൾ, അവയുടെ മരിച്ച ശരീരങ്ങൾ അവൻ കാണേണ്ടതല്ലേ? പക്ഷേ അതവൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. ഇതായിരുന്നു ശന്തനുവിന്റെ മനസ്സിലെ പ്രശ്നം എന്ന് പറയുന്നത്. അവന്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢ രഹസ്യത്തിലേക്കാണ്. പക്ഷികളുടെ മരണത്തെ പറ്റിയുള്ള ഈ അന്വേഷണങ്ങളിൽ ശന്തനുവിന് തന്നെ ഒരു ഗൂഢോദ്ദേശമുണ്ടായിരുന്നു.
ഒരിക്കലും തൻ്റെ കയ്യിൽപ്പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവർ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു ഇത്. അതായത് ഒരിക്കലും അവൻ എന്ത് ചെയ്തിട്ടില്ല, പക്ഷികൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷികൾ എന്ത് ചെയ്യണം, തൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, മരണം വരെ എന്ത് ചെയ്യാം, അവയെ നിരീക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് അവ മരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആർക്ക് സാധിക്കുമായിരുന്നു, ശന്തനുവിന് സാധിക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് പക്ഷികൾ മരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ശന്തനു എന്ത് ചെയ്യുന്നത്, പക്ഷികളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ ഏതോ ഒളിവിടങ്ങളിലേക്കാണ് മരിക്കുന്നത് എന്ന് കരുതി അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവരുടെ കയ്യാലപ്പൊത്തുകളിലേക്കും കരികിലപ്പിടകളെ പാളൽക്കാടുകളുടെ അനന്തതയിലൂടെയും നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ എങ്ങനെയാണ് പക്ഷികൾ മരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വിവിധ പക്ഷികളെ അവരുടെ കൂടുകൾ അവൻ എന്ത് ചെയ്തു, അവൻ പിന്തുടർന്നു. പക്ഷേ അവയെല്ലാം ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ ഇലകളുടെ ഒരു കരവിരുതിൽ രക്ഷപ്പെട്ടു. പൊന്തയിലും ചതുപ്പിലും ഈറ്റക്കാടുകളുടെ മുള്ളും മൂർച്ചയുമായി ഒളിമ്പാതകളിലും ശന്തനു പക്ഷികളെ അനുഗമിച്ചു. അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി. അണ്ണാന്മാർ, എലികൾ, പാമ്പുകൾ, ഒരിക്കലൊരു കുറുക്കൻ, ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവന്റെ മരണാന്വേഷണ പാതകളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മൃതരുടെ നിരകളിൽ അവനൊരു പക്ഷിയെ പോലും കണ്ടില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, പക്ഷിയുടെ മൃതദേഹം അന്വേഷിച്ചുള്ള യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെ ആര് കണ്ടെത്തുന്നുണ്ട്, ശന്തനു കണ്ടെത്തുന്നുണ്ട്. അതിൽ അണ്ണാന്മാരുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, കുറുക്കനുണ്ട്. പക്ഷെ അതിൽ ഒരു പക്ഷി പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇക്കാലത്തായിരുന്നു ശന്തനു ദൈവത്തെ പറ്റി കേട്ടത്. മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവരോട് സ്നേഹമുള്ളവനാണ് ദൈവം. മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു. ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല, അദ്ദേഹം എവിടെയുമുണ്ട്. അങ്ങനെ ഇരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന ഒരു മീനിന്റെ ചെതുമ്പുകളുടെ വർണ്ണനകൾ ശന്തനു പരിശോധിക്കവേ ചതുപ്പിന്റെ നനവിലൂടെ ദൈവം അവന്റെ മുൻപിലേക്ക് വന്നു. അവനെ ഉറ്റുനോക്കി ഇരുന്നു കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തെല്ലാമോ പറഞ്ഞു. ശന്തനു ഒരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു. മരിച്ച മീൻ വെയിലൊരു വെള്ളിക്കീറ് പോലെ തകിടം മറിഞ്ഞ് തിളങ്ങിക്കൊണ്ട് ഓളങ്ങളിൽ ഒഴുകിപ്പോയി. ശന്തനു കരക്ക് കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിന് നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് പറന്നു പോകാം. ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ശന്തനു ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഒരു ദിവസം എന്തിയാണ്, ശന്തനു ദൈവത്തെ കാണുന്നു. ദൈവത്തെ കാണുമ്പോഴും ശന്തനു അവനോട് ചോദിക്കുന്നത് നമുക്ക് പറന്നു പോവാം എന്നായിരുന്നു. അപ്പോൾ എന്തിനായിരിക്കും ശന്തനു അങ്ങനെ പറന്നു പോവാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ദൈവം എന്ന് പറയുന്നത് അത് മരിച്ചവരെന്ത് ചെയ്യുന്നു, മരിച്ചവര് ദൈവത്തിന്റെ നാട്ടിലാണ്, ദൈവമാണ് എന്ത് ചെയ്യുന്നത്, അവരെ കൊണ്ടുപോകുന്നതെന്നും ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നതും ദൈവമാണെന്ന് ആര് കേട്ടിട്ടുണ്ട്, ശന്തനു കേട്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ കാണുന്ന സമയത്ത് ആദ്യം തന്നെ അവൻ ചോദിക്കുന്നത് നമുക്ക് പറന്നു പോവാം എന്നായിരുന്നു. എന്തിനായിരുന്നു എന്നത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പറയാം. കുറെ ദിവസം കഴിഞ്ഞത് ശന്തനു ഒരു സ്വപ്നം കണ്ടു. താൻ ഒരു പൂത്ത മരം പോലെയുള്ള കൊങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിന്റെ കോണിൽ നിൽക്കുകയാണ്. അതിലെ കായ്കളും പൂക്കളും എല്ലാം മരം കൊത്തികളും പൊന്മാന്മാരും ഓലൊഞ്ഞാലികളും പച്ചില കുടുക്കളുമാണ്. ഇലകളിൽ നിന്ന് അവ തലതാറ്റേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു. പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു. ശന്തനു അവരുടെ ചിറകടികളും പാട്ടുകളും മൂളക്കങ്ങളും കേട്ടു. മേഘങ്ങൾ താണിറങ്ങി വന്ന് മൂടൽമഞ്ഞു പോലെ കൊങ്ങിണിച്ചിലകളെ ഉരുമ്മിപ്പോയി. ചില്ലകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിന്നു. ഒരു കവരത്തിൽ ചന്ദ്രക്കല കുടുങ്ങിക്കിടക്കുന്നു. അവയ്ക്കിടയിലൂടെ എല്ലാം പക്ഷികൾ ചിറകു വീശി അലഞ്ഞു. ശന്തനു മെല്ലെ മെല്ലെ ഒരു യന്ത്രപ്പാവയെ പോലെ തലതിരിച്ച് പൂങ്കാവിലേക്ക് നോക്കി തന്റെ നാവിന്റെ തുമ്പത്ത് തരിച്ചു നിന്ന ആ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് മരണമില്ലേ? നിങ്ങൾ മരിച്ച് എവിടെ പോകുന്നു? ഏതോ കോളിളക്കത്തിൽ 1000 ജാലകവാദികളുകൾ ഒന്നിച്ചടയുന്നത് പോലെ ഒരു ചിറകടിയൊച്ച പോലെ അവന് ചുറ്റും ഒരു കൊടുങ്കാറ്റിളക്കിക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി. കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി. അപ്പോ ഒരു ദിവസം അവൻ എന്ത് ചെയ്യാണ്, ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു കൊമ്പുണ്ട്, ഒരു മരക്കൊമ്പുണ്ട്. ആ മരക്കൊമ്പിൽ അതിലെ ചില്ലകൾക്ക് പകരം, ഇലകൾക്ക് പകരം മുഴുവൻ പക്ഷികളായിരുന്നു. നിരവധി പക്ഷികൾ നിറഞ്ഞ ആ മരക്കൊമ്പിൽ എന്ത് ചെയ്യാണ്, അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായിരുന്നു അവൻ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൽ എന്ത് ചെയ്യാണ്, അവൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മരണമില്ലേ എന്ന് പക്ഷികളോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ പക്ഷികളൊക്കെ എന്ത് ചെയ്യാണ്, പറന്നു പോയി കളഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ആ സ്വപ്നം അവസാനിച്ചു. ഒരു നിർഭയമായ ശൂന്യത ശന്തനുവിന് ചുറ്റും ചൂളം കുത്തി പറന്നു. ശന്തനുവിന് ഉറക്കം തെളിഞ്ഞ് ഒരു കഠിന ദുഃഖത്തോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായി ഒത്തുചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തിയിരുത്തിയിരിക്കുന്നത് നോക്കിക്കിടന്നു. അകലെ കാടുകളിൽ ദൈവം മിന്നാമിനുകളായി എരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ശന്തനുവിന്റെ ഏകാന്തതയെ നോക്കിയിരുന്നു. കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശന്തനു സ്വപ്നമില്ലാത്തൊരു ഉറക്കത്തിലേക്ക് താണു.
പിറ്റേന്നവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് കാണുന്ന സ്വപ്നത്തിൽ എന്ത് ചെയ്യാണ്, അവൻ സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്ന ഒരു കൊമ്പ് പിടിക്കുന്ന സമയത്ത് അതിലേക്ക് പക്ഷികൾ വന്നിരിക്കുന്ന ഒരു സ്വപ്നം അവൻ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ദിവസവും ചന്ദ്രൻ എന്ത് ചെയ്യുന്നത്, ആ കൊമ്പും എടുത്ത് തൻ്റെ വീടിന്റെ തൊടിയിലെ പറമ്പിൽ എന്ത് ചെയ്യുന്നത്, മരത്തിന്റെ താഴെ പോയി നിൽക്കുകയും പക്ഷികൾ അവിടെ വന്നിരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പിറ്റേന്നവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചു. ഇന്ന് ശന്തനു കൊങ്ങിണിച്ചില്ല താഴ്ത്തിയിട്ട് മുറ്റത്തെ താഴ്ന്ന വെയിലിലൂടെ നടന്ന് വരാന്തയിൽ കയറി. കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥനില്ലാത്ത ചഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു. പിന്നെ വീടിനകത്ത് ഒരു കസേരയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛന് നേരെ തിരിഞ്ഞിരുന്നു. അച്ഛൻ്റെ ഇരു കവിളിലും കൈപിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി. പക്ഷെ ഇന്ന് അവൻ എന്ത് ചെയ്തില്ല, അവൻ തൻ്റെ കൊമ്പുമായിട്ട് പറമ്പിലേക്ക് പോയില്ല. പകരം എന്ത് ചെയ്തു, അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത്. അച്ഛൻ ചോദിച്ചു, എന്താ ശന്തനു, എന്താണ് നിന്റെ പ്രശ്നം? അവൻ ചോദിച്ചു, അച്ഛാ, പക്ഷികൾ മരിക്കില്ലേ? ഇല്ല ശന്തനു, അച്ഛൻ പറഞ്ഞു. പിന്നെ അവർക്ക് എന്തു പറ്റുന്നു? അവൻ ചോദിച്ചു. അച്ഛൻ ശന്തനുവിന്റെ മുഖം തൻ്റെ കൈകളിൽ ലാളിച്ചു കൊണ്ട് പറഞ്ഞു, നിന്നോട് ഞാൻ രഹസ്യമായി പറയാം, അവർ മരിക്കുന്നതിന് പകരം പറന്നു പോകുന്നു. മേഘങ്ങളിലൂടെ, മലകളും പുഴകളും കടന്ന്, പിന്നെ സൂര്യനെയും ചന്ദ്രനെയും കടന്ന്, ശൂന്യാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുന്നു. പക്ഷികൾ എന്ത് ചെയ്യുന്നു? പക്ഷികൾ പറന്നു പോകുന്നു. അവരൊരു പുതിയ ലോകത്തിലേക്ക് പറക്കുന്നു എന്നാണ് ആര് കൊടുക്കുന്ന മറുപടി? അച്ഛൻ കൊടുക്കുന്ന മറുപടി. ദൈവം പൂത്തിരി പോലെ കത്തുന്ന ഒരു നക്ഷത്രമായി അവർക്ക് വഴികാട്ടുന്നു. ശന്തനു ഒരു രോമാഞ്ചത്തോടെ അച്ഛൻ്റെ ഇരു ചെവിയും പിടിച്ച് മുഖം തന്നോട്ട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു. അപ്പോ ശന്തൻ എന്തിനാണ് പക്ഷികളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവന്റെ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവന്റെ അമ്മയും എന്താണ്, പറന്നു പോയതാണ് എന്നാണ് ആര് പറഞ്ഞത്? അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പക്ഷികൾ പറന്നുപോയ സ്ഥലത്തേക്കാണ് തൻ്റെ അമ്മയും പറന്നു പോയിട്ടുണ്ടാവുക. അവിടേക്ക് ദൈവം വഴി കാണിച്ചതാണ് എന്നാണ് ശന്തന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പക്ഷികൾ എങ്ങോട്ടേക്ക് പോകുന്നുവോ അവിടെ തൻ്റെ അമ്മയും ഉണ്ട് എന്നുള്ള തൻ്റെ നിഗൂഢമായ രഹസ്യം, അതിനു വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പക്ഷികളെ പിന്തുടരുന്നത്. അവൻ പക്ഷികളെ ആയിരുന്നില്ല, തൻ്റെ അമ്മയെയായിരുന്നു എന്ത് ചെയ്യുന്നത്? പിന്തുടരുന്നത്. അതേ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവിയോർത്ത് കോരിത്തെരിച്ചുകൊണ്ട് ശന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു. പുറത്തെ താഴുന്ന വെയിലിനെ നടുക്കുന്ന ചിറകടി മുഴക്കങ്ങളുമായി ശന്തനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു. മലകളിൽ നിന്നിളകി വന്ന ഒരു കാറ്റിലേക്ക് ഒഴുകിപ്പോയി. അപ്പൊ എന്താണ് അച്ഛൻ്റെ മറുപടി എന്ന് പറയാതെ എന്ത് ചെയ്യാണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. വളരെ രസകരമായ ഒരു കഥയായിരുന്നു. തീർച്ചയായിട്ടും നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് ആസ്വദിക്കേണ്ട ഒരു പാഠഭാഗമാണ്. അമ്മ മരിച്ചുപോയ ഒരു കുട്ടിയുടെ കഥയാണ് ശന്തനുവിൻ്റെ പക്ഷികൾ. ശന്തനു തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കണം അമ്മ മരിച്ചത്. അച്ഛൻ പറഞ്ഞുള്ള അറിവല്ലാതെ അവനത് നേരനുഭവമല്ല. കൂടെ അമ്മയില്ല എന്നത് ശന്തനു അനുഭവിക്കുന്ന ഏകാന്തതയുടെ ഒരു കാരണവുമാകാം. കുറച്ചുകൂടി മുതിർന്നപ്പോൾ അവൻ മരണത്തെ നേർക്കുനേർ കാണുകയുണ്ടായി. പൂച്ചയുടെയും നായുടെയും ശവശരീരങ്ങൾ അവൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പക്ഷികൾ ചത്തുകിടക്കുന്നവൻ കണ്ടിട്ടില്ല. കറണ്ട് കമ്പിയിൽ തട്ടിച്ചാവുന്ന കിളികളെയല്ലാതെ സ്വാഭാവികമായി മരിച്ചു വീഴുന്ന കിളികളെ ശന്തനു കണ്ടിട്ടില്ല. അവന്റെ വീടിന് ചുറ്റുപാടും ധാരാളം പക്ഷികളുണ്ട്. മരിക്കാൻ നേരത്ത് അവയെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന ജിജ്ഞാസ അവനെ വിടാതെ പിന്തുടരുന്നു. ജീവിതാനുഭവങ്ങളും ഭാവനാശേഷിയും അന്വേഷണത്വരയും കുട്ടിയുടെ മനസ്സിനെ എങ്ങനെ മൂർച്ചയുള്ളതാക്കി മാറ്റുന്നു എന്ന് ശന്തനുവിന്റെ കഥയിലൂടെ സക്കറിയ പറയുന്നു. കുട്ടിയായ ശന്തനു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അക്കാലത്താണ്. മരിച്ചുപോയവരെ സ്വീകരിക്കുന്നവയും ജീവിച്ചിരിക്കുന്നതോട് സ്നേഹമുള്ളവനുമായി ദൈവം ശന്തനു മനസ്സിലാക്കുന്നു. അതിമനോഹരവും ദൈവികവും മായികവുമായ ഒരു സ്വപ്നം ശന്തനു കാണുന്നു. സ്വപ്നത്തിൽ കൊങ്ങിണിക്കൊമ്പിൽ വന്നിരിക്കുന്ന പക്ഷികളോട് മരണശേഷം നിങ്ങൾ എവിടെ പോകുന്നു എന്നവൻ ചോദിക്കുന്നു. സ്വപ്നത്തിലെ പക്ഷികൾ അവരോടൊന്നും മറുപടിയൊന്നും പറയാതെ കടന്നുപോയിട്ടുണ്ട്. പിറ്റേന്ന് മുതൽ ദിവസത്തിൽ കണ്ടതുപോലെ ഒരു കൊങ്ങിണിക്കൊമ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശന്തനു പക്ഷികളെ കാത്തുനിന്നു. അവ അവന്റെ കൊങ്ങിണിക്കൊമ്പിൽ വന്നിരുന്നതേയില്ല. ഒടുവിൽ ഒരു ദിവസം ശന്തനു അച്ഛനോട് ഉള്ളിലടക്കി പിടിച്ച ആ ചോദ്യം, പക്ഷികൾക്ക് മരണമില്ലേ എന്ന ചോദ്യം ചോദിക്കുക തന്നെ ചെയ്തു. പക്ഷികൾ മരിക്കുകയല്ല, മറ്റു ലോകങ്ങളിലേക്ക് പറന്നു പോവുകയാണ് എന്ന അച്ഛൻ്റെ മറുപടി സ്വാഭാവികമായി മരിച്ചുപോയ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. തൻ്റെ അമ്മയും ഒരു പക്ഷിയായി മറുലോകത്തിലേക്ക് പറന്നു പോവുകയാണോ ചെയ്തത് എന്ന ശന്തനുവിൻ്റെ ചോദ്യത്തിന് അച്ഛൻ മറുപടി പറയും മുമ്പ് കഥ അവസാനിച്ചു.
അവസാനിക്കുന്നു. തൻ്റെ അമ്മയെയും ഒരു പക്ഷിയെ പോലെ പാറിപ്പോയിരിക്കുമെന്ന അവൻ്റെ പ്രതീക്ഷയിലാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥയുടെ നമ്മുടെ എന്താണ് ഒരു പൂർണ്ണമായ വിവരം എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, കഥ വായിച്ച് ആസ്വദിക്കുക മക്കളെ. ഇതുപോലെ എല്ലാ പാഠഭാഗങ്ങളും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വിശദമായിട്ടാണ് എന്ത് ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിനകത്ത് ഈ പാഠഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പാഠപുസ്തകത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏത് സമയത്തും ആവശ്യമായ എല്ലാ ഘട്ടങ്ങളും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം നമ്മുടെ സൂപ്പർ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഫൗണ്ടേഷൻ കൂടി ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബാച്ചാണ് എജുപോർട്ടിന്റെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് 6ന്റെ സൂപ്പർ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മക്കൾ എന്ത് ചെയ്തോ, വേഗം തന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ തന്നെ ചെയ്തോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യുക, പൈസ അടച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പൈസ അടക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിടുക. ഏതെങ്കിലും ഒരു കാലത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എങ്കിലും, അല്ലെങ്കിൽ അന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എങ്കിലും, ഏറ്റവും ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തോ, വേഗം രജിസ്റ്റർ ചെയ്തോ. ഓഫർ പ്രൈസിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു ലിങ്ക് താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിനകത്തേക്ക് കയറി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വേണം എന്നാണെങ്കിൽ, ഈ പറഞ്ഞ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണെങ്കിൽ താഴെ എന്ത് ചെയ്യുക, ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മക്കളെ, റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്.